ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കിയിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. നെയ്യാറ്റിൻകര നിന്നാണ് നമ്മൾ ട്രെയിൻ കയറാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ രാവിലെ പപ്പ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞാനും അച്ഛനുമാണ് പോകുന്നത് കേട്ടോ. മോൻ വരുന്നില്ല. അങ്ങോട്ടുള്ള ടിക്കറ്റ് മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ. തിരിച്ചെങ്ങനെയാണ് വരുന്നതെന്ന് ഇതുവരെ ഒരു പ്ലാനും ഇല്ല കേട്ടോ. അപ്പോൾ കോട്ടയം വരെ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബസ്സിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പം നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് എനിക്കൊന്ന് പരശുറാമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്തല്ലേ സിറ്റിംഗ് മാത്രമുള്ള സീറ്റുള്ളത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ നല്ല പാഴായിരുന്നു. ട്രിവാൻഡ്രം എത്തുന്നവരെ ഇച്ചിരി നേരം കിടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സീറ്റിലിരുന്ന് ഉറങ്ങി കേട്ടോ. വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആയിട്ട് കൺഫേം ആയതുകൊണ്ട് രണ്ടുപേരും രണ്ട് സീറ്റിലൊക്കെ ആയിരുന്നു. അത് ഒരുമിച്ചായി. TTR വന്ന് നോക്കിയായിരുന്നു, നമ്മൾ സീറ്റിൽ ആളിലായിരുന്നു. പിന്നെ ഇത് ട്രെയിനിൽ കിട്ടുന്ന സ്ഥിരം ചായ ഞാൻ കുടിക്കാറില്ല കേട്ടോ. അച്ഛൻ വാങ്ങി കുടിക്കുന്നതാണ്. അത് അച്ഛൻ വാങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കൊല്ലത്താന്ന് തോന്നുന്നു നിർത്തിയ സമയത്ത് മാൽക്കിസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാൽക്കിസ്റ്റ് മോന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കൂടെ മാവനില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടുക്കിയിൽ പോയിട്ട് അതേ ദിവസം തന്നെ തിരിച്ച് വരണം എന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ അവിടെ എത്തിയിട്ട് പ്ലാനൊക്കെ മാറി കേട്ടോ. ശരിക്കും ആദ്യമേ ആ പ്ലാനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ടുവരായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മാൽക്കിസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സീനറിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് കോട്ടയം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ അവനെ ഇട്ടിട്ട് വന്ന കാര്യം. കോട്ടയം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് കോള് വന്നു, അവൻ എണ്ണീറ്റ് കരയുവാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഇതേ കോട്ടയത്തു നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു. ഈ ഓട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കാറൊക്കെ ഓൾട്ടർ ചെയ്ത് വയ്ക്കത്തില്ലേ, നല്ല രസമായിട്ട് അത് ഊട്ട് ചെയ്ത ഒരു ഓട്ടോ ആയിരുന്നു. നല്ല കംഫർട്ടായിരുന്നു കേട്ടോ ഇരിക്കാനായിട്ട്. നമ്മൾ സാധാരണ ചില ഓട്ടോയിൽ കയറുമ്പോൾ ഈ ഗട്ടറിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഇടി കിട്ടുമല്ലോ. പക്ഷെ ഇതങ്ങനെയില്ല. സാധാരണ നല്ല കാർ പോലെ നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ കോട്ടയം ബസ് സ്റ്റേഷനിലെത്തി. പക്ഷേ അച്ഛൻ അന്നേരം പറഞ്ഞു ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അച്ഛൻ കോട്ടയത്ത് വരുമ്പോൾ സ്ഥിരം കയറാറുള്ള കടയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതേ പൂരിയും കിഴങ്ങാറും കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ബസ് കയറി. ഇനി ഞങ്ങൾ തൊടുപുഴയ്ക്കാണ് പോകുന്നത്. തൊടുപുഴ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറും. ശരിക്കും തൊടുപുഴയിൽ വേറെ ഏതോ ഒരു ഫസ്റ്റ് കാണുന്ന ബസ് സ്റ്റേഷനിൽ എങ്ങാണ്ടാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയത് കേട്ടോ. ഇതിപ്പോൾ തൊടുപുഴ വരത്തേക്ക് 154 രൂപയാണ് 2 പേർക്കായത്. ദൂരമുണ്ട് അത്യാവശ്യം. അങ്ങനെ തൊടുപുഴ ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഞങ്ങൾ കട്ടപ്പന ബസ്സിലേക്ക് വേണ്ടിയിട്ട് ഇതിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഉടനെ വരും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിക്കാനൊന്നും പോയില്ല. ഉച്ചയ്ക്ക് കഴിക്കാൻ പോവാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കട്ടപ്പന ബസ് കിട്ടി കേട്ടോ. കഴിക്കാൻ പോയിരുന്നെങ്കിൽ ബസ് മിസ്സായേനെ. അങ്ങനെ കട്ടപ്പന ബസ്സിൽ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ആടിത്തി ജംഗ്ഷൻ. ആ ഒരു ഭാഗത്താണ് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് കേട്ടോ. അവിടെ ഒരു അമ്മച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. കുറേ കാലമായി ഞങ്ങൾ വിളിക്കും, പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ അവരെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഞങ്ങൾ ആടിത്തി ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ ജംഗ്ഷനിൽ അവിടെ തന്നെയാണ് ബസ് നിർത്തുന്നത്. അവിടെ തന്നെയായിരുന്നു അവരുടെ വീട് കേട്ടോ. ഞങ്ങൾ ബസ് നിർത്തിയപ്പോൾ തന്നെ അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇതിങ്ങനെ അടച്ചിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രാവലിംഗ് സിക്നസ് ഉണ്ട്. വണ്ടിയിൽ നിന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇതേ വഴിയിൽ കണ്ട ആ ഒരു സീനറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ അത്ര പ്രശ്നം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. നേരത്തെ കുറച്ച് ദൂരം മുമ്പ് തന്നെ എനിക്ക് വോമിറ്റ് ചെയ്യും. ഈ ഇത്തവണ ഇടുക്കിയിൽ വന്നിട്ട് വോമിറ്റ് ചെയ്തില്ല കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ വട്ടം ഇതുപോലെ ബസ്സിൽ ഇടുക്കിയിൽ വന്ന സമയത്ത് എൻ്റെ പൊന്നോ വോമിറ്റ് ചെയ്തൊരു വഴിയായി. ഇത്തവണ കുഴപ്പമില്ലായിരുന്നു എനിക്ക്. ഞാൻ അതൊക്കെ പേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ അവനെ കൊണ്ടുവരാതിരുന്നത്. വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ റെസ്റ്റ് ഇല്ലാണ്ട് തിരിച്ച് പോകുമ്പോഴേ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പാടാം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം. ഇവിടെ നോക്കുമ്പോൾ ഇതാണ് വ്യൂ കേട്ടോ. നല്ല രസമായിരുന്നു. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. മഴ പെയ്ത് തോർന്ന ഒരു ക്ലൈമറ്റായിരുന്നു കേട്ടോ.
ട്രിവാൻഡ്രത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ വരെ നല്ല ചൂടായിരുന്നു, ഇപ്പോഴാണ് തണുപ്പ് കിട്ടിയതെന്ന്. അവിടെ മഴ പെയ്ത് തോർന്ന് കിടക്കുന്ന ഒരു സമയമായിരുന്നു. ഇതാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അവർ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ തന്നു കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നീടൊക്കെ എടുത്ത് വെച്ച് കാണാമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ ശ്രദ്ധിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ വഴുതി വീഴും കേട്ടോ. അപ്പോൾ ചോറും വറുത്ത മീനും പിന്നെ ബീഫും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഉറപ്പായി. കുറച്ച് നേരം ഉച്ചയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു, സുഖമായിട്ട് ഉറങ്ങിയതേ അറിഞ്ഞില്ല. നല്ലൊരു മഴയും പെയ്തായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ അവർ അന്നേരം വീട്ടിൽ പോകാൻ വിടത്തില്ല എന്ന് പറഞ്ഞു, നെക്സ്റ്റ് ഡേ പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ വീടിൻ്റെ ആ ഒരു റോഡ് സൈഡ് തന്നെ നല്ല നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഈ ദിവസം തിരിച്ചു പോകത്തില്ല എന്ന് അറിയുന്നെങ്കിൽ വാഗമൺ പോകുമായിരുന്നു. ഇവിടെ നിന്ന് 1 മണിക്കൂറിനുള്ളിലുള്ള യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് ഉറക്കം വരിക എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വാഗമൺ പോയില്ല. പിന്നൊരു ദിവസം വന്നിട്ട് വാഗമൺ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. എന്താവും എന്നറിയത്തില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുമല്ലോ, അത് നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. കുന്നും മലയും പിന്നെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളായിരുന്നു. അമ്മച്ചിയുടെ വീട്ടിൽ അമ്മച്ചിയും അമ്മച്ചിയുടെ മോൻ്റെ വൈഫും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം എൻ്റെ അച്ഛനും അമ്മച്ചിയും ഫ്രണ്ടിലൊന്ന് നടന്നു പോയി. അമ്മച്ചിയുടെ മരുമോളും ഞാനുമായിട്ട് ബാക്കിൽ നിന്ന് നടന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും അവരെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അന്തരീക്ഷം കണ്ടിട്ട് ഞാൻ ഇവിടെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, കുറേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെടിയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഞാൻ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ അമ്മച്ചിയും മരുമോളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിതേ അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് അമ്മച്ചി, നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും. അവർ ഭയങ്കര ഹാപ്പിയായി ഞങ്ങളെ കണ്ടപ്പോൾ. കാര്യം വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ഞങ്ങളെ കാണാനായിട്ട്. ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുന്നതല്ലാണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിലൂടെയും കണ്ടിട്ടില്ല കേട്ടോ. കാര്യം അവർക്ക് വീഡിയോ കോൾ വിളിക്കാൻ പറ്റുന്ന ഫോണൊന്നും ഇല്ലാതെ തന്നെ, അതുകൊണ്ട് ഫോണിലൊന്നും കണ്ടിട്ടുമില്ല. ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതിലും അല്ലാതെയും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും കണ്ടിട്ടില്ല, അവരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർ കാണാൻ വേണ്ടി ഒത്തിരി കാലമായിട്ട് കാണാൻ കൊതിച്ചിരുന്നിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾ ഹാപ്പി. അതുകൊണ്ട് അന്നത്തെ ദിവസം പോകാൻ ഇങ്ങനെ നിന്നിട്ട് ഒട്ടും സമ്മതിക്കുന്നുണ്ടായില്ല. പോയി കഴിഞ്ഞാൽ മിണ്ടണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നിന്നിട്ട് വെളുപ്പിനെ പോരാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചിട്ട് അന്നേരം അന്ന് നിന്ന് കേട്ടോ. അപ്പം വഴിയിൽ നിന്ന് ഇതുപോലെ പൂവും കായും ഒക്കെ കണ്ടത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുക്കിയിലോട്ട് വന്നപ്പോൾ നല്ല നല്ല വീടുകളൊക്കെ കണ്ടിട്ട് ഓരോന്നും ഓരോ അടിപൊളി മോഡൽ നല്ല വലിയ വീടുകൾ തന്നെയായിരുന്നു. പിന്നെ ഇതിനിടയിൽ കുഞ്ഞു വീടുകളും ഉണ്ട് കേട്ടോ. നമ്മൾ പഴയ മോഡൽ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ കാര്യം പറഞ്ഞ് ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവരുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ ഈ കുടമൂരെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛന് ആ കടയിൽ കയറി. അവർ വീട്ടിലിറങ്ങിപ്പോയി കേട്ടോ. ഞങ്ങളിത് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുടമൂര് പറഞ്ഞിട്ട് അച്ഛൻ ദേ ഇവിടെ ഇരിക്കുകയായിരുന്നു. കുടം സംഭാരം എന്നാണ് അവരതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അച്ഛനിവിടെ കുട സംഭാരം ഓർഡർ ആക്കിയിട്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ഇവിടേക്ക് ആണെങ്കിൽ പച്ചമുളകും പിന്നെ വേറെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇടുമല്ലോ. ഇവിടെ ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളിയാണോ സവാളയാണെന്ന് അറിയത്തില്ല, എന്തായാലും ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഉള്ളി ഇട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത്. നമ്മുടെ ഇവിടെ ഒന്നും ഉള്ളി ഇടത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് മാങ്ങ കിട്ടിയെന്നുണ്ടല്ലോ. ഒരു മാങ്ങ വഴിയിൽ നിന്ന് കിട്ടി, ഒരെണ്ണം അവർ നേരത്തെ വാങ്ങിയതൊന്നും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ 2 മാങ്ങയും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങുന്ന മാങ്ങ അതിൻ്റെ ടേസ്റ്റ് വേറെയാണോ അറിയാൻ പറ്റുമല്ലോ. അല്ലാണ്ട് നമുക്ക് കിട്ടുന്ന മാങ്ങയേക്കാളും എനിക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങയേക്കാളും വീട്ടിലുണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മാങ്ങയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചു. ഒരു മിഠായി അവർ തന്നു. കുറേ കാലത്തിന് ശേഷം മിഠായി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പി കഴിച്ചു. ഞാനാണെങ്കിൽ ചായ കുടിക്കത്തില്ല, അതുകൊണ്ട് തന്നെ കട്ടൻ കാപ്പി ഇട്ട് തന്നു. പിന്നെ മുറുക്കും ഒക്കെ തന്നു കേട്ടോ, ബിസ്ക്കറ്റൊക്കെ തന്നു. പിന്നെ രാത്രി പ്രയറൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനിടയിൽ പ്രയറൊക്കെ കഴിഞ്ഞു, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവർ ചോറും പിന്നെ സാധാരണ നമ്മൾ പണ്ട് ചെയ്യത്തില്ലേ, ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നെ രാത്രി കഴിക്കുമല്ലോ, അതുകൊണ്ട് ചോറും വറുത്ത മീനും പിന്നെ രാത്രി ചിക്കനില്ലായിരുന്നു, ബീഫായിരുന്നു, പിന്നെ തോരനുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു, നല്ല അടിപൊളി മഴയായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് ഞാൻ എണ്ണീറ്റ് കേട്ടോ. 3 മണിക്ക് എണ്ണീറ്റ് റെഡിയായി. 4 മണിക്കാണ് ബസ്. ഇവിടുന്ന് താഴോട്ട് നടക്കണം, 10 മിനിറ്റ് നടക്കണം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ജാക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വലിയ കട്ടിയൊന്നുമില്ലാത്ത ജാക്കറ്റ്. അപ്പോൾ അത് ഇട്ടു. സമയം പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ 4 മണിയാവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനും അച്ഛനും പിന്നെ അവരും ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കൂടെ നടന്നു വന്നു കേട്ടോ. താഴെ വരെ കൊണ്ടാക്കാൻ എല്ലാവരും ഞങ്ങളുടെ കൂടെ നടന്നു വന്നു. ഞാൻ അച്ഛനെ ഫസ്റ്റ് പറഞ്ഞു വിട്ടു കേട്ടോ. കാര്യം 4 മണിക്കുള്ള ബസ്സല്ലേ, എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ബസ്സിൽ ആളുണ്ടാവില്ല. അപ്പം പെട്ടെന്ന് അച്ഛൻ ആദ്യം എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം വേറെ ട്രിവാൻഡ്രം ബസ് അന്നേരം കിട്ടത്തില്ല പിന്നീട്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഫസ്റ്റ് എത്തിയെങ്കിലും ബസ് 5 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ട്രിവാൻഡ്രം ബസ് ത്രൂ ട്രിവാൻഡ്രമാണ് കിട്ടിയത്. ഞങ്ങൾ 2 പേർക്കും കൂടി ചേർന്ന് 514 രൂപയാണ് ബസ്സിനായിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം കിടന്നുറങ്ങി. ബസ്സിൽ തന്നെ ഇങ്ങനെ ഇരുന്നുറങ്ങുമല്ലോ, അങ്ങനെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് കോട്ടയം എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാനവിടെ കോട്ടയത്തിൽ പോയി ഇറങ്ങി കേട്ടോ പുറത്ത്. അച്ഛൻ പുറത്തിറങ്ങിയത് മാൽക്കിസ്റ്റിൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്നു. ഇന്നലെ നമ്മൾ വേറൊരു ഫ്ലേവറാണ് കഴിച്ചത്. അപ്പോഴത്തേക്കും ചോക്ലേറ്റ് ഫ്ലേവർ വാങ്ങിച്ചിട്ട് വന്നു, കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കുടിക്കാണ്ട് ഇറങ്ങി. കാര്യം ഞങ്ങൾ എണ്ണീറ്റപ്പോൾ അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിച്ചത് പോലില്ല. അവർ പറഞ്ഞു ചായ ഒന്നും ഇട്ട് തന്നില്ല, ഇട്ട് തരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, വിളിക്കാഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ കോട്ടയത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബസ് ഇവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബസ് ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇത് കണ്ടോ, ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടയത്തുനിന്ന് വീണ്ടും തിരിക്കുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. കുറേ സമയമെടുത്ത് ഞങ്ങൾ 4 മണിക്ക് തിരിച്ചത്. എനിക്ക് തോന്നുന്നൊരു 10:30 ആവാനായപ്പോഴാണ് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ടായത്. പിന്നെ മഴയുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് കുറച്ച് ദൂരം മഴയുണ്ടായിരുന്നു, കുറച്ച് ദൂരം മഴയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ചൂടൊന്നും അങ്ങനെയില്ല. ട്രിവാൻഡ്രം എത്താറായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചൂടുണ്ടായത്. അതുവരെ അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ചടയമംഗലം എത്തിയപ്പോഴത്തേക്കും ജഡായു പാറയുടെ ചെറുതായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ജഡായു പാറയിൽ പോയിട്ടില്ല. ഇതുപോലെ കൊട്ടാരക്കരയൊക്കെ നേരത്തെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ കൊട്ടാരക്കരയൊക്കെ വരാറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ. അന്നേരം ഇതുപോലെ ജഡായു പാറയൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എപ്പോഴും കാണാറുള്ളത്. നേരിട്ട് പോയി അങ്ങനെ അടുത്ത് പോയി കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ട്രിവാൻഡ്രത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഡായു കുറച്ചുകൂടെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ അമ്പലമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിത് ട്രിവാൻഡ്രം ബസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് നല്ല സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 10:30 കഴിഞ്ഞൊരു സമയമാണ്. രാവിലെ ആ ഒരു ബിസ്ക്കറ്റ് കഴിച്ചതാണ്, നല്ല വിശപ്പുണ്ട്. ആ ഒരു സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ടല്ലോ, യെല്ലോ കളർ, അവിടെ കയറി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വാങ്ങിച്ചു കേട്ടോ, വെജിറ്റബിൾ കുറുമ. പക്ഷേ
ടേസ്റ്റ് ഇല്ലായിരുന്നു, ഒട്ടും പോരായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് വിശന്നിരുന്നു, അതുകൊണ്ട് പിന്നെ 2 കഴിച്ചെന്നേ ഉള്ളൂ. അല്ലാണ്ട് ടേസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ കഴിച്ചെന്നേ ഉള്ളൂ, വിശന്നതുകൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങിയാൽ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കഴിച്ചതാണ്. പിന്നെ ഒരു കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കോഫി, അജിനൊരു കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോഫി മാത്രമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് അവിടെ നിന്ന് കളിക്കുള്ള ബസ്സിൽ കയറി. പിന്നെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങിയില്ല, ഇനി വീട്ടിൽ വന്നിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല. അങ്ങനെ കളിക്കുള്ള ബസ്സിൽ കയറിയിട്ട് ഞങ്ങളിത് പൊക്കോണ്ടിരിക്കണം. ഉച്ചയ്ക്കും പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങണം. അതിന് വീടെത്താറാകുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് കൊറ്റാമത്തെത്തി. 99 ബിരിയാണി വാങ്ങാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. പക്ഷേ അത് അന്നത്തെ ദിവസം ഇല്ലായിരുന്നു കേട്ടോ. എനിക്കൊന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അടവായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ 90 ബിരിയാണി കിട്ടി, അത് വാങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ടേസ്റ്റ് വൈസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് 99 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മസാല ആയാലും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ മുട്ട ഉണ്ടായിരുന്നു. ചിക്കൻ പീസ് കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ അതിനകത്തുണ്ടായിരുന്നത്. ഇതും കഴിക്കാം, അത്യാവശ്യം വിശപ്പിന് കഴിക്കാം, അത്രയേ ഉള്ളൂ. എനിക്കിതിൻ്റെ ഫ്ലേവറൊന്നും അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ വിശന്നിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കഴിച്ചു, മോനും കൊടുത്തു, അച്ഛനും കഴിച്ചു കേട്ടോ. അങ്ങനെ ഇടുക്കി യാത്ര അടിപൊളിയായിരുന്നു. മോനെ കൊണ്ടുപോകാതെ പോയി ആദ്യത്തെ ഇടുക്കി യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ലോങ് പോകുമ്പോൾ എപ്പോഴും അവനെ കൊണ്ടുപോകാറുണ്ട്, അവനില്ലാതെ ബോറാണ്. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അവിടെ സ്റ്റേ ചെയ്യും എന്നുള്ളത്, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാഞ്ഞത് കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.